നമ്മളങ്ങനെ ഈ വലിയ മല കയറാൻ പോവാണ് സുഹൃത്തുക്കളെ. ഭ്രാന്ത് പിടിച്ച് നിങ്ങളെ ഓടിക്കയറിയണ്ടാ, ശ്വാസം കിട്ടണല്ല, നല്ല രീതിയിലുള്ള കയറ്റമുണ്ട്. നമുക്കൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു, നമ്മുടെ ആട്ടോ കൂട്ടുന്നുണ്ട് അവന്മാര് പറയുന്നത് ബസ്സിന്റെ ഇതാണ്ടോ. നമ്മുടെ നാട്ടിലെ കേരളത്തിലെ വൈറ്റ് ബസ് അല്ലേ, നമ്മുടെ ശോക നിയമം. നമ്മുടെ ആട്ടം കണ്ടിട്ട് നിൽക്കുന്ന ഒരു കാലം ഉണ്ടായി ബാക്കിയുള്ള സംസ്ഥാനക്കാർ, തമിഴ്നാടും കർണാടകയൊക്കെ. അപ്പൊ നേരെ തിരിഞ്ഞ് അവരുടെ കയ്യിലായി. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നിയമം കൊണ്ട് മാത്രം. ഹലോ, അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണേ കേട്ടോ. കൂർഗിലെ സ്റ്റേ ഒക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി. അൽബി പ്ലസാ എങ്ങനെ ഉണ്ടായി നോക്ക്. എല്ലാവരും ബാക്കപ്പ് ആക്കിയത് അത് വേറെ വൈബായിരുന്നു. എല്ലാ സാധനം എടുത്തെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്തെങ്കിലും വിട്ടിട്ട് പോയി ഇവിടെ കളഞ്ഞിട്ട് കൊണ്ട് ആവശ്യം കേട്ടോ. ഇതാണ്ടോ നമ്മൾ താമസിച്ച കോട്ടയിൽ ഈ സ്റ്റേയിന്റെ പേരെന്താണ്? റോയൽ എന്തോ റോയൽ റിസോർട്ടാ, അങ്ങനെ എന്തോ പേരൊക്കെ ഉണ്ട്. പേരൊന്നും കാര്യമില്ല. നമ്മൾ നേരെ ബാക്ക് വെച്ച് ബസ്സിൽ കയറി ചിക്കമംഗ്ലൂർ പോവുകയാണ്. എന്തായാലും ഇനി ചിക്കമംഗ്ലൂരിലെ കാഴ്ചകളൊക്കെയാണ് ഇനി കാണാൻ പോകുന്നത്. നമ്മുടെ ബസ് ബ്രദേഴ്സ് എന്ന് പറയുന്ന ബസ് അവിടെ ഉണ്ട് കേട്ടോ. ഹലോ ബ്രോ, നമ്മളങ്ങനെ ചിക്കമംഗ്ലൂർ അല്ലേ? എപ്പോൾ എത്തും? ഓക്കെ, പേരെന്താ? ഇതാണ്ടോ നമ്മളെ ടൂർ ഓപ്പറേറ്റർ. റെഡിയായി പോവാം, ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ. ഓക്കെ ഓക്കെ. റോഷന്മാർ സൗണ്ട് ഒക്കെ പോടാ. അതിന്റെ ഡക്ക വന്നിരുന്നു. എന്താണ് നീ കൊണ്ടുവന്നില്ലേ? നമ്മളങ്ങനെ ചിക്കമംഗ്ലൂരോട്ട് പോയി. റോഷനന്മാർ അങ്ങനെ പൊളിയായിരുന്നില്ലേ? ഓ, നല്ല ഉറക്കമായിരുന്നു. നന്നായിട്ട് ഉറങ്ങി, നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങിട്ടോ. ഉറക്കം തെളിഞ്ഞ് എണീറ്റിരുന്നു. നല്ല റൂമിൽ ഹീറ്ററൊക്കെ ഉള്ളത് കൊണ്ടേ ചൂടും ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ തണുപ്പൊന്നും രാത്രി അനുഭവപ്പെട്ടില്ല. നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടോ. ചിക്കമംഗ്ലൂരോട്ട് ഇറങ്ങി നമ്മൾ ബാക്കപ്പ് ആക്കിയത് അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം ഫുഡ് കഴിക്കാൻ വന്നേക്കണുണ്ട്. ദോശ, പൂരി, ഇഡ്ഡലി. പൂരിയല്ലേ? ദോശ, പൂരി, ഇഡ്ഡലി, ബ്രെഡ് ഉണ്ട്. സാമ്പാറുണ്ട്, ചമ്മന്തി, ബ്രെഡ് ബൺ.
ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് നല്ല ഫുഡാണ്, നല്ല കേരള സ്റ്റൈലിലുള്ള ഫുഡായിരുന്നു. ഞങ്ങൾക്ക് ഇന്ന് ഇഡ്ഡലി, ദോശ, പിന്നെ ഒരു പൂരി, ഇനി ബ്രെഡ് ഇരിപ്പുണ്ട്. ഞങ്ങളിപ്പോൾ കിട്ടിയ ഒരു സെറ്റ് കഴിച്ചു. ഇനി അടുത്ത സെറ്റിനായിട്ടുള്ള വെയിറ്റിംഗ് ആണ്, ചായക്കുള്ള വെയിറ്റിംഗ് ആണ്. ഫുഡൊക്കെ നല്ലതായിരുന്നു. ഇന്നലെ ഇച്ചിരി കുഴപ്പങ്ങളൊക്കെ തോന്നിയെങ്കിലും ഇന്ന് നല്ല ക്ലിയർ ആണ്. വെള്ളമൊക്കെ ആണെങ്കിലും നല്ല വെള്ളം. വളരെ നന്ദി ഫുഡിന്. ഞാൻ വരുമ്പോ മിസ്സിന്റെ ഒരു പേടിയാ, മിസ്സിന്റെ ആറ്റിറ്റ്യൂഡൊക്കെ. നമ്മളങ്ങനെ ബ്രെഡും ജാമും ചട്നിയും കഴിക്കാൻ കൊള്ളാട്ടെ, ട്രൈ ചെയ്ത് നോക്കണം. എന്നെ കൂടി കിട്ടണ്ട, തിരിച്ചു സാർ ചായ ഷോട്ട് അത് അങ്ങനെ ഇരുത്. ശരത്ത് എൻ്റെ ശരത്തിൽ പറയാനുള്ളത് നല്ല ഫുഡായിരുന്നു ഹോട്ടലില്. പിന്നെ പൂരി ഇഷ്ടപ്പെട്ട്, ദോശ ദോശ എനിക്ക് പൂരി ഇഷ്ടപ്പെട്ടു. ദോശ ഇഷ്ടപ്പെട്ടു. ദോശ നല്ലതായിരുന്നു. എന്ത് വിഷയം? കിട്ടിയത് കഴിക്കാൻ പോകുക, അത്രേ ഉള്ളൂ. ചായ സൂപ്പറായിരുന്നു, കറക്റ്റ് ചായയായിരുന്നു. ഇവിടുത്തെ വെള്ളം ഇന്നത്തെ വെള്ളം കുറച്ച് കട്ടിപ്പുണ്ടായി, കുടിക്കാൻ മിസ്സിന് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഫുഡായിരുന്നു, നല്ല ഫുഡായിരുന്നു. പിന്നെ ഒരു നമ്മുടെ മലയാളി ടച്ച് തന്നെ ഫുഡിന് തോന്നിയത്. നമ്മൾ ഒരു കന്നഡയിൽ വന്നിട്ട് അവിടെ ഫുഡ് കഴിക്കും പോലെയല്ല തോന്നിയത് ശരിക്കും. വെള്ളമാണെങ്കിലും ഒരു സാധാരണ വെള്ളത്തിന് ഒരു ഹാർഡ്നെസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ വന്ന് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെങ്ങനെ വെള്ളം കുടിക്കുന്നോ അതേ ഒരു ഫീലിംഗ് ആണ് എനിക്ക് ആ വെള്ളത്തിന് തന്നെ തോന്നിയത്. ചായ ആണെങ്കിലും നല്ലതായിരുന്നു, കറക്റ്റ് മധുരം, കറക്റ്റ് അളവ്, പിന്നെ കറക്റ്റ് കടുപ്പം. ഫുഡാണെങ്കിലും എല്ലാം തന്നെ ഒന്നിനും മോശം പറയണ്ട, എല്ലാം തന്നെ നല്ലതായിരുന്നു. പറയടാ പ്രമോഷനൊന്നുമില്ല, പ്രമോഷനൊന്നുമല്ല എങ്കിലും സോ നമ്മളങ്ങനെ പറഞ്ഞ ഫുഡും കഴിച്ചത്. എങ്ങനെയുണ്ടായ ഫുഡ് മോന്? നല്ലതായിരുന്നു, അടിപൊളി ഫുഡായിരുന്നു. എനിക്ക് ദോശ ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ദോശ ദോശ നല്ലതായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ കഷ്ടപ്പെട്ട് ദോശ ഇഡലി മാത്രമേ എടുത്തുള്ളൂ. ഞാൻ പൂരി എടുത്ത പൂരി ഞാൻ എടുത്തില്ല. പൂരി ഇഷ്ടപ്പെട്ടു. ഞാൻ ഇന്നലെ ദോശ സാമ്പാർ. നമ്മളങ്ങനെ കയറണം കേട്ടോ. ഒരു ഹോട്ടലിൻ്റെ അവിടെ നിർത്തി ഇപ്പോൾ വണ്ടി എടുത്തിട്ട് ഇനി നേരെ ഡയറക്റ്റ് ചിക്കമംഗ്ലൂര് ഒരു 11:30 ആകുമ്പോൾ അവിടെ എത്തും. ഞാൻ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പോകുന്നു. നമുക്ക് ഏതായാലും അവിടെ എത്തിയിട്ടാണ്. ഓക്കെ, ഹലോ. അങ്ങനെ നമ്മൾ കൂർഗിൽ നിന്ന് ഇറങ്ങിയാൽ ചിക്കമംഗ്ലൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. നേരെ ട്രക്കിങ്, ജീപ്പ് ട്രക്കിങ്ങിന് പോകാൻ പോണേണ്. സോ നമ്മളപ്പോൾ ജീപ്പിൽ കയറാൻ പോണേണ്. എല്ലാവരും വന്നിട്ടുണ്ട്. ചേട്ടാ ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? ചിക്കമംഗ്ലൂർ ട്രക്കിംഗ് സ്പോട്ടിൻ്റെ പേരെന്താ? ആ ഇപ്പൊ കയറുന്നില്ലേ? 5-6 സ്ഥലമുണ്ടല്ലോ. നീ വീഡിയോ എടുക്കണ ദുഷ്ട പറഞ്ഞല്ലേ, ടൂർ ഗൈഡല്ലേ. ഞാൻ പോറൊന്നുമില്ല. പിള്ളേരെ നേരെ ഏറ്റവും ട്രക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുവരെ സുരക്ഷിതമായിട്ട് എൻ്റെ കയ്യിലെത്തി. പക്ഷെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ എനിക്കറിയാം ഈ വെളുപ്പാങ്കാലയിൽ എത്തൂല മനസ്സിലായതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ വിടുന്നു. അത് വീഡിയോ എടുത്തു. അങ്ങനെ പറ്റൂലല്ലോ. ടോട്ടൽ 47. ഇല്ല 48. ഞാൻ അടക്കം. ചിക്കമംഗ്ലൂര് ജീപ്പ് ട്രക്കിങ്ങിന് പോകാൻ കുറച്ച് സ്പോട്ടുകളൊക്കെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് ആ സ്ഥലത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞുതരാം. ട്രക്കിങ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ? അതെ, സ്ഥലത്തിന്റെ പേരൊന്നും ചോദിക്കുന്നത് അറിയില്ല. പിന്നെ എന്താണ് കുറേ വർഷമായിട്ട് ഇവിടെ വലിയ കാര്യമില്ലായിരുന്നു. എനിക്കറിഞ്ഞല്ലോ ഈ സെറ്റ് പോയിന്റ് കുറേ ഉണ്ടോ? സെറ്റ് പോയിന്റ് അതന്നെ.
നല്ല റേറ്റ് ഇതൊക്കെ ഗ്രൂപ്പ് ബുക്കിംഗ് ആയാലും എത്ര റേറ്റ് അപ്പൊ അങ്ങനെ കയറാൻ പറ്റില്ല. ഇപ്പൊ ഷെയർ എടുത്ത് പോലെ ഇപ്പൊ സോളോ ആയിട്ട് തന്നെ ഒരു അങ്ങനെയൊക്കെ വീടൊക്കെ ചെയ്യും വീടാണെന്ന് റേറ്റ് എത്ര അറേഞ്ച് വരും 1500 വരും. ഇപ്പൊ പോയി വന്നു കഴിയുമ്പോ എല്ലാം കൂടി ഉള്ള എമൗണ്ട് ഉള്ളത് ഫുഡ് ഇതൊക്കെ കൂടിയാണ് നമ്മൾ ഏൽപ്പിക്കുന്നത്. ഇപ്പൊ കഴിക്കും 5-6 കിലോമീറ്റർ ഇത്രയേ ഉള്ളൂ. കല്ലേറിലെ വെള്ളം കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും പ്രോഫിറ്റിൽ ആഡ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കൂലേ. അല്ലടമ്മ ഞാൻ പറഞ്ഞ മറ്റേ ഞാൻ പൊന്നെ ചെലവ് എനിക്ക് അല്ലെങ്കിൽ വെള്ളം കുടിക്കലും സംഭവമില്ല. ആ ചെലവ് അമ്മ കൂട്ടില്ല. അതുപോലെ തന്നെ ഡ്രൈവർമാരുണ്ടെങ്കിൽ അവരുടെ ചെലവ് അതിൽ വെള്ളം ഒടിക്കായിരിക്കും അവർക്ക് എക്സ്പെൻസ് അമ്മ കൂട്ടൂല. അങ്ങനെ വരുമ്പോഴാണ് ലോസ് വന്നത്. ലോസ് വന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ടെൻഷൻ അടിക്കുന്ന ഒരു ജോലിയാണ്. സമാധാനം ഉണ്ടാവില്ല. സമാധാനം കളയലാണ് ഇതാണ് ജോലി. സമാധാനം പൊക്കാണ് ജോലി. വേറൊന്നുമില്ല. കൈയും കാര്യം കൊണ്ടൊന്നും പണിയെടുക്കാനൊന്നും വേണ്ട. ഒരു ടെൻഷൻ പ്രശ്നം അതിൻ്റെ ഡെയിലി എൻക്വയറി അവർക്ക് ഡേറ്റ് കൊടുക്കല് ക്ഷമ വേണം. പരിപാടി നടക്കുന്നില്ല. ഓടപ്പില്ല. പിന്നെ ഞാൻ നമുക്ക് ട്രിപ്പില്ലാത്ത ടൈമിൽ ഞാൻ എക്സ്പ്ലോറിന്റെ പാക്കേജായിട്ട് പോയി. ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നമുക്കൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. അത് നമ്മുടെ ആട്ടോ കൂട്ടുന്ന കണ്ടിട്ട് അവന്മാര് പറയുന്നത് ബസ്സിന്റെ ഇതാണ്ടോ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ വൈറ്റ് ബസ്സല്ലേ നമ്മുടെ ശോക നിയമം. നമ്മുടെ ആട്ടം കണ്ടിട്ട് നിൽക്കുന്ന ഒരു കാലം ഉണ്ടായി ബാക്കിയുള്ള സംസ്ഥാനക്കാർ തമിഴ്നാടും കർണാടകയൊക്കെ. അപ്പൊ നേരെ തിരിഞ്ഞ് അവരുടെ കയ്യിലായി. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നിയമം കൊണ്ട് മാത്രം വെറും അതിലെന്തെങ്കിലും ആധികാരമായിട്ടുണ്ടോ? ഒരു കാര്യമില്ലല്ലോ. കളർ മാറ്റി ലേസർ അടിക്കണേലൊക്കെ എന്തെന്നാ ഉള്ളത്. അതും സ്പീഡും തമ്മിലെന്താ ഉള്ളത്. ആ അതെ ഇതിലൊക്കെ എന്താ ഉള്ളത്. ഇതൊന്നും യാതൊരു കാര്യമില്ല. ആ റൂള് കൊണ്ട് യാതൊരു കുറവില്ല. ജസ്റ്റ് 10 minutes കേട്ടല്ല. ഞാനല്ല ഇനി കോർഡിനേറ്റർ ഇവരായിരിക്കും. ನೀವು ಬಂದಿದ್ದು ಯಾಕೆ ಸಿರಿ ಸ್ಟ್ಯಾಚ್ ಮೇಲೆ ഇതിന്റെ പേരെന്താണ്? എന്തോ ഒരു ശില്പം സിരി നേച്ചർ അത് പരസ്യം. എടാ എനിക്കറിയില്ലടാ. ചിക്കമംഗളം ആനി എന്ന് പറഞ്ഞൊരു സ്റ്റാച്ചു ഉണ്ട് കാണാം. ഒരു ലേഡി കിടക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു സ്റ്റാച്ചു ആണ്. എൻ്റെ പുറകിൽ ഫ്ലക്സിലൊക്കെ പരസ്യം വെച്ചിട്ടുണ്ട്. QR കോഡ് ഉണ്ടല്ലോ. വേഗം വണ്ടിക്കാരുടെ അടുത്ത സ്പോട്ടിൽ പോകാൻ പോണ വേഗം കയറും. ഓക്കെ ഗൈസ്. പിന്നെ വണ്ടി ഏതാ ഇത് നന്ദി കൂട്ടുകാരാ. കുതിര പോയാ കുതിര കയറിയാലോ. എനിക്ക് ഇഷ്ടപ്പെടുന്നു. താങ്ക് യു നാളെ
നാക്കാടി ജീപ്പിന് 50 രൂപ കൊടുക്കണം. ഇഷ്ടല്ലേ ചുട്ടില്ല ചുട്ടെന്ന 10. ചുട്ട ചേഞ്ച് പറഞ്ഞേ. ആ ഓക്കെ ഓക്കെ പറഞ്ഞിട്ടുണ്ടായില്ലേ ആയിട്ടാ എന്റെ മുന്നേ ജിൻസം പറഞ്ഞിട്ടുണ്ടായില്ല. അല്ല ഞാൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ടായില്ല. ഓക്കെ ആ ഓക്കെ കൽപ്പറ്റയിലാണ് കിടക്കുന്നുണ്ടായില്ല. നമ്മളങ്ങനെ ചിക്കമംഗളൂർ വാട്ടർഫോൾസിലെത്തി. പൊങ്കാമ വാട്ടർഫോൾസ് എന്തൊക്കെയാ പറയാൻ കേട്ടോ. നമ്മളങ്ങനെ പൊന്നാമ എന്ന് പറഞ്ഞൊരു വാട്ടർഫോൾ കാണാൻ വന്നേട്ടോ. ചിക്കമംഗളൂർ ഈ പാക്കേജിലൊക്കെ ഉണ്ട്. നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കണ ഇതാണ്. കുറേ സ്ഥലത്ത് വിസിറ്റ് ചെയ്ത് ജീപ്പ് ട്രക്കിംഗ് എന്ന് പറഞ്ഞൊരു പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന സംഭവമാണ്. അത് ഹന്നാമ എന്ന് പറഞ്ഞ വാട്ടർഫോൾ ഉണ്ട് കാണുന്നത്. ജയിന് മോളിപ്പോ അല്ലയോ. പ്രത്യേകിച്ചൊന്നുമില്ല കാണാൻ. വെള്ളം ഒഴുകി പോകുന്നു, സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചേക്കുന്നു. പിന്നെ തിരിച്ചു കയറണ്ടേ. കുളിക്കാല്ലേ. ഇന്ന് ഹനുമാൻ അമ്പലമാണോ? അവിടെ പോരാ. ഇങ്ങനത്തെ പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ഏതൊരു ദേവിയാണ് കേട്ടോ. ഇവിടുത്തെ വിശ്വാസം എന്താണെന്ന് കറക്റ്ററിയില്ല. രുദ്രാക്ഷമൊക്കെ കിടക്കുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ് ജീപ്പ് റൈഡ്. നിങ്ങളോ ഇതെന്തോ വിശ്വാസമൊക്കെയാണ് കേട്ടോ. രുദ്രാക്ഷല്ലേ കിടക്കുന്നത്? രുദ്രാക്ഷല്ലേടാ അത്? രുദ്രാക്ഷല്ലേ കിടക്കണം? രുദ്രാക്ഷമാലല്ലേ അത്? നമ്മളങ്ങനെ വാട്ടർഫോൾസ് കണ്ടു നേരെ ഇറങ്ങണം കേട്ടോ. നമ്മളെ വണ്ടി കയറാൻ പോകുന്നു.
അടിക്കാൻ വന്നേക്കണേ. ഫുഡ് എന്താണെന്നറിയില്ല. ഈ വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് നോളജ് ഒന്നും കിട്ടില്ല കേട്ടോ. നമ്മളെ ഫ്രണ്ട്സായിട്ട് സ്പെൻഡ് ചെയ്യാൻ ടൈം ഇപ്പോൾ കോളേജ് ലൈഫിലെ മെമ്മറീസാണ്. നമ്മളെ ഫ്രണ്ട്സിനൊക്കെ കാണാൻ വേണ്ടിയൊക്കെ ചെയ്യുന്നതാണ്. സോ വലിയ ഇൻഫോർമേറ്റീവ് ഒന്നുമില്ല, അതെനിക്കും അറിയാം. നിങ്ങൾ ആ ഒരു വൈബിൽ കാണുക. നമ്മുടെ കാഴ്ചകൾ, നമ്മുടെ യാത്രേൻ്റെ ഇതൊക്കെയാണ്. അഡ്വഞ്ചറായിട്ടൊന്നും ഈ ഇടക്കൊന്നും ചെയ്തിട്ടില്ല, അതിൻ്റെ ഒരു വിഷമമുണ്ട്. ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ടൊക്കെ നൈസായിട്ട് പോകാം. ഓക്കെ, നമുക്ക് ഇവിടെ നേരെ ഫുഡ് അടിക്കാം. ഓക്കെ, നമുക്കങ്ങനെ ഫുഡ് തന്നിട്ടുണ്ട്. ഫുഡ് എങ്ങനെയുണ്ട്? കഷ്ടകാലത്തിന് ഞാൻ കുറച്ച് ചോറ് കൂടുതൽ വാങ്ങി, അത് ചോദിച്ചിട്ട് തിന്നാൻ പറ്റുമെന്നുള്ള. എങ്ങനെയുണ്ട്? നമ്മളങ്ങനെ ഷൂട്ടിംഗ് പോയിന്റ് എന്നൊരു വ്യൂ പോയിന്റ് കാണാനായിട്ട് ഒന്നുമില്ല. ഷൂട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റ് കാണാൻ വന്നതാണ്. ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച. മലേനെ വന്നിട്ട് ഇവിടുന്ന് 360 വ്യൂ കാണാം. ആർക്ക് എന്താ കുഴപ്പം? നമ്മളിപ്പോ ഷൂട്ടിംഗ് പോയിന്റില്ല. നമ്മളങ്ങനെ ഇപ്പൊ ഷൂട്ടിംഗ് പോയിന്റിലാണ് കേട്ടോ. ബാക്കി കാര്യങ്ങൾ നീ പറയുന്നതാണ്. എല്ലാവരും ട്രെൻഡിങ് റീലൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. റെഡി? സ്റ്റാർട്ട്. 1 2 3. മിസ് വരാതിന് പ്രത്യേകിച്ച് കാരണം എന്ന് വെച്ചാൽ 1-2 പേർക്ക് പനി തുടങ്ങിയ അസുഖങ്ങളുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഞാൻ ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ വന്നില്ല. മതിയോ? തളർന്നൊന്നും പോയിട്ടില്ല. തളരില്ല കുട്ടി. നമ്മളങ്ങനെ അടുത്ത വ്യൂ പോയിന്റിലോട്ട് പോകുന്നു. കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ചെറിയ ചെറിയ ക്ലിപ്സാണ്. എന്തായാലും ഉച്ചക്കൊക്കെ ഉണ്ടോ? ഉച്ച ഇപ്പോൾ ടൈം എത്ര? 3:30 ഇപ്പോഴാണ് ഈ ഒരു കാഴ്ചയൊക്കെ കാണുന്നത്. രാവിലെ വന്നു കഴിഞ്ഞാൽ വേറെ വൈബൊക്കെയാണ്. നമ്മളിപ്പോൾ ടൂറിസ്റ്റ് എന്നുള്ളൊരു രീതിയിലാണല്ലോ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. നമ്മുടെ ഒരു വൈബ് യാത്രയല്ലല്ലോ, സീനാണ്. നമ്മളങ്ങനെ സെറ്റ് പോയിന്റിലോട്ട് നടക്കണേ കേട്ടോ. ഇനി കുറേ മല കയറാനുണ്ട്. മുകളിലോട്ട് കയറണം. ഓൺ ചെയ്താടാ? ഓൺ ചെയ്താ?
कुल्फी कप कौन गड़बड़ അവന്റെ എടുത്തു കൊടുക്കുക ഓടല്ലേ ഹായ് ഗൈസ്. എടാ വേണ്ടൊക്കെ ഇതൊക്കും വെള്ളമില്ലാട്ടാ. നമ്മളങ്ങനെ ഈ വലിയ മല കയറാൻ പോവാണ് സുഹൃത്തുക്കളെ. നല്ല വെയിലാണ്. സെറ്റ് പോയിന്റ് ഉണ്ടോ? സെറ്റ് പോയിന്റ് 360 ഡിഗ്രി വ്യൂ ആണ് കിട്ടാൻ പോകുന്നത്. എല്ലാരും വരൂ. നീ നേരത്തെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നീ നൈസ് എടുത്തില്ല. ബാടാ എന്നാടാ ഭ്രാന്ത് പിടിച്ച് ഇങ്ങോട്ട് ഓടിക്കയറിയണ്ട. ശ്വാസം കിട്ടണല്ല. നല്ല രീതിയിലുള്ള കയറ്റമുണ്ട്. അമ്മ അമ്മ ഇവിടെ നിന്നുള്ള വ്യൂ വേറെ മൂടാണ്ട. ഇവിടെ ഭയങ്കര ടഫാ. എനിക്ക് ഈ ഒരു കയറ്റം മനസ്സിലാക്കാൻ പറ്റുമോന്നറിയില്ല. പക്ഷെ നല്ല കയറ്റില്ലടാ. എങ്ങനെയുണ്ട്? എടാ ഇവിടെ നിന്നൊരു കയറ്റം വന്നിട്ട് പോണിയാളാ. അവിടെ നിന്നിട്ട് കയറിയില്ലേ കിളി പറഞ്ഞു. ഇടയ്ക്ക് ഇങ്ങനെ കറങ്ങുമായിരുന്നു. തലേനെ ആദ്യം കയറ്റിയെടുത്തുള്ളൂ. സെറ്റ് വ്യൂ പോയിന്റ് കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു ഫീല്? അടിപൊളി. അല്ല കുറച്ച് നടക്കും. നമ്മളങ്ങനെ സെറ്റ് പോയിന്റ് ഇത് പോണ കേട്ടോ. ഇവിടെ നമുക്ക് 360 വിഷ്വല്.
ഭയങ്കര പീസ്ഫുള്ളായ ഒരു സ്ഥലമാണ് കേട്ടോ. കുറച്ച് ക്രൗഡഡാണ്, പക്ഷേ നമുക്ക് മാറിയൊക്കെ ഇരുന്ന് ഒറ്റയ്ക്ക് വൈബ് എടുക്കാൻ പറ്റിയൊരു സ്ഥലമൊക്കെ ഉണ്ട്. ഞാൻ കുറച്ചിട്ട് ഒറ്റയ്ക്കൊക്കെ ഇരിക്കണായിരുന്നു. നമ്മളൊരു ഇപ്പോഴത്തെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫി എടുക്കുക, ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക. എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രതീക്ഷയില്ല ഇങ്ങനെ ഒരു വ്യൂ കിട്ടുന്നുണ്ടോ, ഓപ്പണായിട്ട് പറയാം, പ്രതീക്ഷയില്ല വ്യൂ കിട്ടുമെന്ന്. പക്ഷേ നൈസായിരുന്നു. നല്ല ഫ്രണ്ട്സായിട്ട് നല്ലൊരു മെമ്മറീസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു ഈ ഒരു സ്ഥലത്ത് വന്ന്. ഇനി നമ്മുടെ ട്രിപ്പ് തീരാൻ 2 ദിവസം കൂടെ ഉള്ളൂ. അതിന് ശേഷം നമ്മൾ നേരെ നാട്ടിലോട്ട്. കുറേ മെമ്മറീസായിട്ട് ട്രിപ്പൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ സങ്കടം. ട്രിപ്പ് കഴിഞ്ഞാൽ നേരെ കോളേജ് ലൈഫ് തീർന്ന്, എക്സാംസ് വരും, റിസൾട്ട്സ് വരും, ഒരു ബാഡൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ ഇപ്പോൾ സെറ്റ് വ്യൂ പോയിൻ്റ് താഴത്തെത്തിയിട്ട് ഏറ്റവും നമ്മൾ ടോപ്പിലാണ് നമ്മൾ പോയത്. സോ നമ്മളങ്ങനെ ഇപ്പോൾ നേരെ തിരിച്ച് പോകാൻ പോണേണ്. എനിക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യാനാണ് അവർ പോണേണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകാൻ പോകുന്നത് ഡണ്ട്ലി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. അവിടെ കുറേ വാട്ടർ ആക്ടിവിറ്റീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ആ ഒരു കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. Never wait for something to let it go to waste with everything at stake. I thought I would take it all back. I just wanna make this thing last, but we're running out of